ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അത്തമാണ്. എല്ലാവർക്കും ഓണം ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഓണാഘോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തം മുതൽ തന്നെ തുടങ്ങുമല്ലേ. ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറക്കാർക്ക് അത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തച്ചമയത്തോടു കൂടി തന്നെയാണ് ആഘോഷങ്ങൾ തുടങ്ങുക. അപ്പോൾ ഇന്ന് നമുക്ക് അത്തം സ്പെഷ്യലായിട്ട് ഒരു മധുരം വേണ്ടേ. എല്ലാ വർഷവും അത്തം സ്പെഷ്യലായിട്ട് നമ്മൾ മധുരത്തോടു കൂടിയാണ് തുടങ്ങുക. ഇന്ന് നമുക്ക് അത്തം സ്പെഷ്യലായിട്ട് മധുരമാണ് നമ്മുടെ പ്രഷർ കുക്കർ പാൽപ്പായസം. പ്രഷർ കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പാൽപ്പായസം തയ്യാറാക്കാം. നമ്മുടെ അരിപ്പായസമാണ് കേട്ടോ. നമ്മൾ അടപ്പായസമൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അരിപ്പായസം നമ്മൾ പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയിട്ടില്ല. കുറച്ച് സമയം എടുക്കും. എങ്കിലും നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാൻ കുക്കറിൽ വെച്ചിട്ട് വേറെ പല ജോലികളും ചെയ്യാം. ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾ ഉത്രാടത്തിൻ്റെ അന്നോ തിരുവോണത്തിൻ്റെ അന്നോ അവിട്ടത്തിനോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത് അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാൻ കുക്കറിൽ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുക. അതിന് ശേഷം ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ പായസം റെഡി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രഷർ കുക്കർ പാൽപ്പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമ്മൾ സാധാരണ ഇൻഗ്രീഡിയൻസ് നിരത്തി വെച്ച് പറയുന്നതിന് വരെ ഞാനിപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ അരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് ഉണക്കലരിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ചെറിയ അരിയല്ല, മുഴുവനായിട്ട് വലിയ അരിയാണ് ഉണക്കലരി. അത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്തതാണിത്. ഇതുകൂടാതെ നമുക്ക് ആവശ്യമുള്ളത് 2 ലിറ്റർ പാലാണ്. 1 കപ്പ് അരിക്ക് 2 ലിറ്റർ പാലിട്ടോ, അതാണ് നമ്മുടെ കണക്ക്. നമ്മൾ ചെറിയ നുറുക്കരി എടുത്താലും 1 കപ്പ് അരിക്ക് 2 ലിറ്റർ പാല് തന്നെ എടുക്കുക. തിളപ്പിച്ച പാലല്ല, തിളപ്പിക്കാൻ പോകുന്ന പാലാണ്. അപ്പോൾ പച്ചവെള്ളത്തിലാണ് ഞാൻ അരി വേവിച്ചെടുത്തത്, പാലിലല്ല. ഇനി ഈ പാലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. 2 കപ്പ് പഞ്ചസാരയാണ് 1 കപ്പ് അരിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ 2 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരമുള്ള രീതിയിലാണ്. പിന്നെ നല്ല കടും മധുരം വേണമെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 2.5 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി നമ്മുടെ പാലിലേക്ക് ചേർക്കുകയാണ്. പാല് പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരിയാണ് ചേർക്കുന്നത്. അരി എന്ന് വെച്ചാൽ നമ്മുടെ ചോറ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കുക്കർ നല്ല വൃത്തിയായിട്ട് കഴുകി സോപ്പിൻ്റെ അംശമൊന്നും ഇല്ലാതെ, അതുപോലെ തന്നെ നമ്മൾ വേറെ കറികളൊന്നും വെക്കാത്ത കുക്കറായിരിക്കണം. ഞാനിത് ചോറ് വയ്ക്കുന്ന കുക്കറാണ്, വല്ലപ്പോഴും ചോറ് വയ്ക്കാറുള്ളൂ. അപ്പോൾ ചോറ് വയ്ക്കുന്ന കുക്കറാണെങ്കിൽ നമുക്ക് പേടിക്കാതെ പായസം ഉണ്ടാക്കാം. പിന്നെ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും. അപ്പോൾ ഞാൻ ഈ ചോറ് മുഴുവനും ഇതിലേക്ക് ചേർക്കാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും പാൽ എന്തിനാണെന്നുള്ളത്. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ സമയം എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ചെറിയ ബർണറിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ വിസിൽ വരുന്ന ഒരു സ്റ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അങ്ങനെ 1 മണിക്കൂർ വയ്ക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഏലക്കപ്പൊടി ഒന്നും ചേർക്കേണ്ട, ബട്ടറും വേണം നമുക്കിതിലേക്ക്. 1 ടീസ്പൂൺ ബട്ടർ മതി കേട്ടോ. വേറെ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പായസത്തിൽ ബട്ടറാണ് ചേർക്കേണ്ടത്. സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പായസം റെഡി ആയി കഴിഞ്ഞിട്ട് 1 പിഞ്ച് ഉപ്പ് ചേർക്കുക. അത്രയുമേ ആവശ്യമുള്ളൂ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ മെൽറ്റായി വന്നോളും. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ വിസിൽ വരുന്ന ആ ഒരു സ്റ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് തന്നെ വയ്ക്കുക. വീണ്ടും വിസിൽ വരും എന്നുള്ളൊരു സ്റ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ കംപ്ലീറ്റ് ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ വയ്ക്കണം. നമ്മൾ ടൈം നോക്കി നിൽക്കുക. വിസിൽ വരുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. വലിയ കുക്കർ എടുക്കുകയാണെങ്കിൽ, ചെറിയ കുക്കർ എടുക്കുകയാണെങ്കിൽ വിസിൽ വരുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വലിയ കുക്കർ എടുക്കുക. അത്രേ ഈ ഒരു പായസത്തിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കട്ടെ. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിനി ബാക്കി പറയാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കുക്കർ 1 മണിക്കൂറായിട്ട് ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലിരിക്കുകയാണ്. ഇതുവരെ വിസിലൊന്നും വന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വലിയ കുക്കറാണെങ്കിൽ വിസിൽ വരില്ല എന്നുള്ളത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒരു അരമണിക്കൂർ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം തുറക്കുക കേട്ടോ. അതിന് ശേഷമുള്ള കാര്യങ്ങൾ അപ്പോൾ പറയാം. അപ്പോൾ ഇനി കംപ്ലീറ്റ് പ്രഷർ പോകട്ടെ. അപ്പോൾ നമ്മൾ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം എടുത്ത് വെക്കേണ്ടത്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും എടുത്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ചെയ്യാം. ഇനി ചൂടൊക്കെ ഇനി പ്രഷറൊക്കെ കംപ്ലീറ്റ് പോട്ടെ. അതിനുശേഷം അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യുക. പ്രഷർ പോയിട്ട് അപ്പോൾ തന്നെ തുറക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. നല്ല തിക്കായിട്ട് പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പായസം റെഡിയായി. ഇനി ചൂട് കംപ്ലീറ്റ് മാറി വരുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ ചൂടുണ്ട് പായസത്തിന് നന്നായിട്ട്. മധുരം ചെക്ക് ചെയ്യുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ പായസം തയ്യാറാക്കാനും പറ്റും. അപ്പോൾ പാല് കുറുകി വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും ചൂട് മാറി വരുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ, ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഏലക്കപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പായസത്തിൽ നമ്മൾ കാഷ്യൂനട്ടോ റൈസിൻസോ ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. നമ്മൾ ചേർക്കുന്നത് ബട്ടർ മാത്രമാണ്. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ബട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലിൻ്റെ ചൂടിൽ ബട്ടറും കൂടി മെൽറ്റായി വന്നോളും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഏലക്കപ്പൊടിയുടെ ഫ്ലേവറും ബട്ടറിൻ്റെ ടേസ്റ്റുമാണ് നമ്മുടെ പായസത്തിന് മെയിനായിട്ട് വേണ്ടത്. ഇത് രണ്ടും കൂടി ചേർന്ന് മിക്സ് ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ പായസം ടേസ്റ്റ് ചെയ്ത് മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം കൂടി പോവുകയാണെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ച് ചേർക്കുക. മധുരം കൂടുതലാണെങ്കിൽ കേട്ടോ. ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പായസം പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കാൻ പറ്റുന്ന പാകത്തിലാണ്. നിങ്ങൾക്ക് ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണെന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയവും കൂടി കുറുക്കിയെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചുവന്ന അരി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചുവപ്പ് കളറിലുള്ള അരി ഉണ്ടെങ്കിലാണ് ഈ ഒരു പായസത്തിന് ഇങ്ങനെ ഒരു കളർ കിട്ടുക. ഇല്ലെങ്കിൽ വെള്ള പച്ചരി പോലത്തെ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല കേട്ടോ പായസത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ബട്ടറൊക്കെ മെൽറ്റായി വരട്ടെ. പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെയുള്ള പായസങ്ങളിൽ നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കാറില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.